പ്രിൻസിപ്പലിന്റെ മുറിയിൽ കയറി ഭീഷണിപ്പെടുത്തുന്ന സ്റ്റുഡന്റ് കൊല്ലുമോ എന്ന് ഭീഷണിപ്പെടുത്തുന്നതുമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അതിലേക്ക് അവൻ്റെ ഒരു പയ്യൻ്റെ ഫോൺ മേടിച്ച് വെച്ചു പ്രിൻസിപ്പൽ. എന്നിട്ട് അവൻ്റെ വീഡിയോ എടുത്തെന്നോ അതുകൊണ്ടൊക്കെ അവർ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ പറഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ നിന്ന് ഫോൺ കിട്ടിയാൽ അതുടനെ പിടിച്ച് മേടിച്ച് വെക്കാൻ ഒരു റൈറ്റ്സും ആർക്കും ഇല്ല. സ്കൂളിലാണേലും കൊള്ളാം, എവിടെ ആണെങ്കിലും കൊള്ളാം. അതിന് മറ്റ് പരിപാടികളുണ്ട്. അതിന് അതിൻ്റെ പേരൻസിനോട് വിളിച്ച് പറയാൻ കുറച്ചുകൂടെ സാവകാശം കാര്യങ്ങൾ നടത്താൻ പറ്റും. അതല്ലാതെ ഇമാതിരി പരിപാടികൾ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തൊരു ഏത് സ്കൂളിലാണെന്ന് ഞാൻ മറന്നുപോയി, ഓർക്കുന്നില്ല. ഏതൊരു പരിപാടിക്കിടയിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു സ്കൂളിൽ നിന്ന് വന്നിട്ട് ആ പെങ്കൊച്ച് ഇവൻ്റെ മടിയിലെങ്ങാണ്ടിരുന്ന് ഫോട്ടോ എടുത്തു. എന്നിട്ട് ആ ഫോട്ടോ വൈറലായില്ല. ഇതേ സ്കൂളിൽ ഏതോ ടീച്ചർ എടുത്തിട്ട് ഗ്രൂപ്പിലിടുകയൊക്കെ ചെയ്ത് വഷളാക്കി. ആ പയ്യൻ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. അവനെ എന്നിട്ട് TC കൊടുത്ത് പറഞ്ഞു വിടുന്നു. അങ്ങനെയുള്ള പല പരിപാടികളും. അവരുടെ ഫോൺ മേടിച്ച് വെക്കുന്നു. ഇവൻ എന്തോ വലിയ പീഡന കേസിൽ പ്രതിയെ പോലെ കന്യാസ്ത്രീ അച്ഛന്മാരും ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കുറേ അലമ്പൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പയ്യൻ ഇനി ഇതേപോലത്തെ എന്തെങ്കിലും കാര്യം ചെയ്യിക്കാൻ ഇപ്പം ഗ്രീഷ്മയെ പറ്റി ഓരോരുത്തർ പോസ്റ്റ് ഇടുന്ന കണ്ടില്ലേ, ആ കുട്ടി നിർബന്ധിതയായതാണ്, അല്ലെങ്കിൽ അതിന് ഇത്ര അറിവൊക്കെ ഉള്ളൂ, വേറെ വഴിയില്ല, ചെയ്തു പോയതാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്യിക്കുക. മനസ്സിലായില്ലേ? ഇപ്പം ഈ പയ്യനെങ്ങാനും വല്ല അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പളിനെ പുറത്ത് വെച്ച് കാണുമ്പോൾ ഒറ്റ അടി അടിച്ച് അവൻ കൊല്ലണമെന്ന് വിചാരിച്ച് അടിക്കുന്നതായിരിക്കത്തില്ല. പക്ഷേ അങ്ങ് ചത്തു പോയാലോ? അല്ലേ വേണ്ട, സാറിനെ തല്ലിന്ന് ഒരു പേര് ദോഷം ഉണ്ടാക്കി കൊടുക്കാനല്ലേ ഇതുപോലത്തെ ആക്ഷൻസ് ഈ മണ്ടന്മാരുടെ. ഇത് ഇവിടുത്തെ മാനേജ്മെൻ്റ് എല്ലാം കണക്കാണ്. കൂടുതൽ സാറന്മാർക്കും പഠിപ്പിക്കാൻ അറിയത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ബാക്കി ഇവരെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങനെയും ഒരു ജോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ പഠിച്ചിട്ട് പോയി ജോലിക്ക് കയറിയ കുറേ എണ്ണം ഒരു 80% അങ്ങനത്തെ സാറന്മാരാണ് കോളേജിലും സ്കൂളിലും ഒക്കെ ഉള്ളത്. ഇവർക്ക് ഒരു ജോലി എങ്ങനെയായാലും എല്ലായിടത്തും അത് തന്നെ. ഇപ്പോൾ ഗവൺമെൻറ് ജോലി കയറിയാൽ എന്താ സംഭവിക്കുന്നത്? എങ്ങനെയായാലും ഇന്നത്തെ ദിവസം തള്ളി നീക്കി കുറച്ച് സാലറി ഉണ്ടാക്കിയിട്ട് ജോലി എടുത്തിട്ട് പോകണം, ജോലി നിലനിർത്തണം. അത്രേ പഠിച്ചിട്ടുള്ള അതേ അറിയത്തുള്ളൂ. പിന്നെ ഇതേപോലത്തെ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് അലമ്പാക്കാനും അറിയാം. ഇപ്പോൾ ഈ പയ്യനെ കൊണ്ട് ഇത്രയും പറയിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വായും പൊളിച്ചിരിക്കുക. എന്നിട്ടൊരു പൊട്ടൻ പ്രിൻസിപ്പളാണെന്നും പറഞ്ഞുകൊണ്ട് ആർക്കും ഇത്ര വല്ലാത്ത ബുദ്ധിമുട്ട്. ഇപ്പോൾ ഫോൺ കൊണ്ടുവന്നാൽ അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കണം. പേരൻസിനെ വിളിച്ച് വരുത്തണം, കാര്യങ്ങൾ ചെയ്യണം. അല്ലേ സ്കൂളിൽ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. അടുത്ത വർഷമൊന്നും അല്ലേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഭാവി നശിപ്പിക്കാത്ത രീതിയിൽ സ്കൂൾ മാറ്റാൻ പറ. അത്രയും ചെയ്താൽ മതി. എല്ലാ പേരൻസിനോട് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവൻ ഈ കൊലപാതകം ചെയ്യും, എല്ലാം അടിച്ച് കൊന്നുകളെന്നൊക്കെ പറയുന്ന ഭീഷണി മുഴക്കിയ സ്ഥിതിക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ മാനേജ്മെൻറ്റിന്. കാരണം ജീവൻ അപായപ്പെടുത്തുമെന്നൊക്കെയാണ് വിളിച്ച് പറഞ്ഞേക്കുന്നത് പൊട്ടച്ചക്കൻ. ഇടയ്ക്ക് ഇങ്ങനെയൊന്നും പറയരുത് ആരോടും ചെന്ന്. എത്രാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? +1 ആണെന്ന് തോന്നുന്നു അല്ലേ? എത്രയാണോ എനിക്കറിയത്തില്ല. ഞാൻ കേട്ടത് പാലക്കാട് സംഭവം എന്ന് പറയുന്ന വാർത്തയിൽ. എന്താണേലും അവൻ കൊള്ളാം. അവൻ ഇങ്ങനെ പോയാൽ എത്തേണ്ടടുത്ത് എത്തും. ഇതെന്തുവാ? കണ്ട അയാൾ വാശി പിടിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ എന്നാൽ ഈ പറഞ്ഞ പൊട്ടപ്പടമൊക്കെ കണ്ടിട്ടേ അതുപോലെ അധ്യാപകര് നേരെ ഭീഷണിയുടെ വീഡിയോ ദൃശ്യം പുറത്തു വന്നു. ഫോൺ തരാൻ ആവശ്യപ്പെടുന്നതും കൊല്ലുമോ എന്ന് ഭീഷണിപ്പെടുത്തുന്നതുമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അതിലേക്ക് ഇപ്പൊ എന്താണേലും ഈ പയ്യൻ ഇങ്ങനെ ചെയ്യാൻ അവനെ സ്കൂൾ മാനേജ്മെന്റ് നല്ലപോലെ നിർബന്ധിച്ചിട്ടുണ്ട്. ഇനി ആ ചെക്കൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവനെങ്ങാനും വല്ല രീതിയിലും വയലൻ്റ് ആവുമോ എല്ലാം ചെയ്താലോ എന്നുള്ള സംശയം കൊണ്ട് പോലീസിനെ അറിയിക്കേണ്ടി വരും. ഇതല്ലാതെ മാനേജ് ചെയ്യാൻ ഇവർക്ക് അറിയത്തില്ല. എന്തുവാ ഇതുങ്ങളെല്ലാം കണക്കാണേ, എല്ലാം കണക്കാ. പിള്ളേരെക്കാൾ മോശം അധ്യാപകർ, തന്തയേക്കാൾ മോശം അഴുക്കപ്പായലെന്ന് പറയത്തില്ലേ, പാണ്ഡിവിള ദിനേശൻ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. അയ്യോ കഷ്ടം തന്നെ. ഇപ്പോൾ പിള്ളേരൊക്കെ കാണിക്കുന്ന പണികൾ കണ്ടല്ലോ. വെറുതെ ഈ ആവശ്യമില്ലാതെ ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വഷളാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാനീ പറഞ്ഞ പോലെ ഇതിന് വേറെ മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. അല്ലെ ഇനി ഈ സ്കൂളിൽ കൗൺസിലേഴ്സ് ഒന്നും ഇല്ലേ?
സൈക്കോളജി പഠിച്ച ആൾക്കാരൊക്കെ ഇവിടെ വെറുതെ നടക്കുവാണല്ലോ. എല്ലാ കൗൺസിലേഴ്സിനെ നിയമിക്കണം നിർബന്ധമായി. ഓരോ കുട്ടികളുടെയും ഈ എന്താ പറയണ്ടേ, മെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ വെൽബീയിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, റിപ്പോർട്ട്സ് വേണം. അതൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കൗൺസിലർ വേണം അതിനകത്ത് ഇടപെടാൻ. കൗൺസിലർ ഓരോ ഫാമിലിയായിട്ടും കണക്റ്റഡ് ആയിരിക്കണം. അവരുടെ പണി അതായിരിക്കണം. ഇതുങ്ങൾ വരുന്ന കുറേ പുസ്തകം എടുത്ത് വെച്ച് ഏണ്ടൊക്കെ പഠിപ്പിക്കുന്നു. എന്താ പറയുക, ഏതാണ്ട് തൊഴിലിന് വേണ്ടിയിട്ട് കുറേ പേരെ സൃഷ്ടിച്ചെടുക്കുന്നു. അതല്ലാതെ ഒരു മര്യാദയുള്ള ഒരു സിറ്റിസണെ ഉണ്ടാക്കാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സാധിച്ചിട്ടില്ലെന്നുള്ളത് ഈ റോഡിലോട്ട് ഇറങ്ങിയാൽ അറിയാം. അല്ല എവിടെയെങ്കിലും പോയി ഒരാൾക്കൂട്ടം ഉണ്ടായാൽ അറിയാൻ പറ്റും. അത്രയും ഇവരെല്ലാം വലിയ വിദ്യാസമ്പന്നരാണെന്നാണ് പറയുന്നത്. ഈ നമ്മളെ കാണുന്ന മുഴുവൻ മനുഷ്യരും പുറത്തിറങ്ങിയിട്ട് ഈ മിസ്ബിഹേവ് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും പഠിച്ചവരൊക്കെ തന്നെ. പലർക്കും റോഡ് ക്രോസ് ചെയ്യാനൊന്നും അറിയത്തില്ല. ഇപ്പോൾ വന്ന് ഇവരൊക്കെ എന്തോ പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തോ പഠിച്ചതെന്ന് അറിയത്തില്ല, ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ പല മര്യാദകളും അറിയാതായിപ്പോയി. മാനേഴ്സ് എന്ന സംഭവം അറിയത്തില്ല. പലർക്കും ടേബിൾ മാനേഴ്സ് അറിയത്തില്ല. ചുമ്മാ എന്തൊക്കെയോ വലിച്ചു വാരി ടേബിളെല്ലാം ഇട്ട് തിന്നുന്ന പോലത്തെ സ്വഭാവമുള്ളവർ. റോഡ് ക്രോസ് ചെയ്യാൻ അറിയത്തില്ല, റോഡിൽ ബിഹേവ് ചെയ്യാൻ അറിയത്തില്ല. ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകൾ ഒന്നിനും കൊള്ളാത്ത ആയിക്കൊണ്ടിരിക്കുക വന്ന്. ഇവിടുത്തെ ഭയങ്കര പഠിപ്പീര. മറ്റു രാജ്യങ്ങളിൽ ഇത്രയൊന്നും പഠിപ്പിക്കാഞ്ഞിട്ട് പോലും അവർ വളരെ നല്ല മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും അങ്ങ് ഡോക്ടർ, MBBS, എൻജിനീയറിങ്, IAS, ഇപ്പോൾ പിന്നെ IT, പിന്നെ അതും അല്ലെങ്കിൽ സിനിമയിലോ. ഇപ്പോൾ വ്ളോഗിങ് വന്നുകൊണ്ട് കുറച്ച് പിള്ളേർക്ക് ആശ്വാസമുണ്ട്. അവന്മാരെന്തെങ്കിലും മൂളത്തിനെ കാണിച്ചിട്ടാണല്ലോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ ശല്യമൊന്നുമില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാം കൂടെ കൂടി ഉണ്ടാക്കിക്കൊണ്ട് വരും ആൾക്കാരെ. ഇതേപോലത്തെ മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പയ്യൻ ആ സ്കൂളിൽ പഠിക്കുന്ന ഇറങ്ങുന്നില്ല, അവൻ അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? അവനെ മിസ്ബിഹേവ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള സ്കൂളിലെ ടീച്ചേഴ്സിനും അവിടുത്തെ ബാക്കിയുള്ളവർക്കും തന്നെയാണ്. പ്രിൻസിപ്പളിനടക്കം അതിനകത്ത് നല്ല ഉത്തരവാദിത്തമുണ്ട്. അതിന് പേരൻസിനെ മാത്രം കുറ്റം പറഞ്ഞാൽ പറ്റത്തില്ല. കൂടുതൽ സമയം കുട്ടി സ്കൂളിലാണ്, ബാക്കി സമയമൊക്കെ പേരൻസിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഇനി പേരൻസ് മോശമാണെങ്കിൽ അവിടെ ഈ കാര്യം ഇത് മുന്നേ അറിയണമാണ്. അല്ലാതെ ഈ ഒരു ഇൻസിഡൻറ്റിലല്ല ഈ ചെറുക്കനെ പറ്റി മോശം പറയേണ്ടത്. ഈ ചെറുക്കനെ വഷളാക്കിയത് അവരുടെ വീട്ടുകാരും ഈ സ്കൂളും തന്നെയാണ്. അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അല്ലാതെ ഇതല്ല വരും. ഇതിപ്പോൾ കാണിക്കുന്ന കണ്ടറിയത് ആരുടെ ഭാഗത്താണ് കുഴപ്പം. ഇതിനകത്ത് ഇപ്പോൾ സ്കൂളിന് ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെ ആവും. ആ പയ്യനാണ്ട് അഴുക്ക് പയ്യൻ പറഞ്ഞ് മറ്റേ അഴുക്കപ്പയ്യലാവും ഇപ്പോൾ. അതേപോലെ ഇവരുടെ സ്കൂളിൽ പഠിച്ച പയ്യനാന്ന് ഓർത്തോണം. ടീച്ചറിനെ അവന് റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലത്തെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും എന്നേ വിവരം കെട്ട് നിങ്ങൾ കൊടുക്കുന്നത് ഇവർക്കൊക്കെ. അപ്പോൾ പിള്ളേർ അവരെ ശത്രുക്കളായിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. ചിലപ്പോൾ പറയാൻ പറ്റുമോ? മിക്ക ടീച്ചർമാരോടും നമുക്കൊരു വെറുപ്പുണ്ടാകുന്നു പണ്ടൊക്കെ, കുറേ എണ്ണത്തിനോട്. എനിക്ക് എല്ലാവരോടും ഇല്ല, കുറേ പേരോടും ഉണ്ടാകും. കാരണം വെച്ചാൽ ഇതുങ്ങൾ കച്ചറകളായതുകൊണ്ട് തന്നെയാണ്. അവർ ആളും തരവും കണ്ടും നിറം കണ്ടും ജാതി കണ്ടും ഒക്കെ ഇടപെടുന്നവർ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഏതെങ്കിലും താഴ്ന്ന ജാതിക്കാരനാണെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ബാത്റൂം കഴിച്ചെന്ന് പറയുക, അതിനെക്കൊണ്ട് ഛർദിൽ കോരിച്ചെന്ന് പറയുക, അതിനെ കൂടുതൽ ഉപദ്രവിക്കുക. ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്യുന്ന ആൾക്കാരല്ലേ ഇവിടുത്തെ ടീച്ചർമാർ. അത് എപ്പോഴാണ്? ഇന്ന് 2023, 24, 25 ഈ കാലയളവിൽ, ഈ കാലഘട്ടത്തിൽ, ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങളാണ് ഞാൻ പറയുന്നത്. തെണ്ടിത്തരങ്ങൾ. തെമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ അത് അതിലും മോശം, പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമാണോ? കഴിഞ്ഞ 2 വർഷത്തിനുള്ളിലുള്ള ഇതുപോലത്തെ വാർത്തകൾ എടുത്ത് നോക്കി എത്ര എണ്ണമായി കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. ജാതിയും ഒക്കെ നോക്കിയിട്ടാണ് പലരും ഇടപെടുന്നത്. അപ്പോൾ ആ പിള്ളേരെങ്ങനെ വളരും? ഇവിടെ എങ്ങനെയാണ് ഈ നാട് നന്നാവുന്നത്? ഈ തെണ്ടിത്തരം ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് അറിയത്തില്ലേ, പിന്നെ ഇത് ആർക്കറിയല്ലേ? അധ്യാപകനാണ് അത്രേ അധ്യാപകൻ. 1000 രൂപ ലഭിച്ചിരിക്കുന്നു സാലറി. അവർക്ക് സാലറി മേടിക്കണം എല്ലാ മാസവും. 40,000 രൂപ ലഭിച്ചിരിക്കുന്നു, നന്ദിയുണ്ട്.